ഹലോ, അസ്സാം വലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമോനുമാണ്. കുമ്പടി ഉമ്മത്തൂർ നിരപ്പിൽ നമ്മൾ നൽകിയ പുതിയ വീട്ടിലാണുള്ളത്. ഇന്നിവിടെ നമുക്കൊക്കെ ഒരു ദുഃഖം മാത്രം ഉണ്ടായിരുന്നൊരു കുടുംബമുണ്ടായിരുന്നു. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലുള്ളൊരു കുടുംബം. 3 കുഞ്ഞു മക്കളെ അനാഥരാക്കിയ, ജീവനൊടുക്കിയ രക്ഷിതാക്കളെ, അവരെ ആ ഒരു സാഹചര്യം, വെറും 20,000 രൂപ കടം വന്നപ്പോൾ ആ വിഷമത്തിൽ ഭാര്യ ആദ്യം ജീവനൊടുക്കി. അതേ കയറിൽ ഹസ്ബൻഡും ജീവനൊടുക്കി. 3 കുഞ്ഞു മക്കൾ അനാഥരാക്കിയിട്ടാണ് അവർ യാത്ര പോയത്. അപ്പോൾ അവർക്ക് ഇന്നൊരു സ്വന്തമായിട്ട് വീടായിട്ടുണ്ട്. ഇന്ന് ആ വീട്ടിലെ പാലുകാച്ചലും അവർ ഈ പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ കൊണ്ടുവന്നതാണ്. നിങ്ങളൊക്കെ കുമ്പടി ഉമ്മത്തൂർ നിരപ്പിലുള്ള അവരെ വീടൊക്കെ ഒന്ന് സന്ദർശിക്കണം. ഉപ്പയും ഉമ്മയില്ലാത്ത ആ പൊന്നുമക്കളെ ഉമ്മയുടെ എളിമ ആണ് സംരക്ഷിക്കുന്നത്. ഇനി നമ്മുടെ താങ്ങും തണലുമാണ് ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടത്. അവർക്ക് ഉപ്പയും ഉമ്മയൊക്കെ നമ്മളെല്ലാവരും ആവണം. ഏട്ടനും അനിയനും എല്ലാവരും നമ്മളാവണം. ഒരു പെൺകുട്ടി, 2 ആൺകുട്ടിയാണ്. 15 വയസ്സ് 12 വയസ്സിന് താഴെ ആണ് 3 ആൾ പ്രായം. വല്ലാത്തൊരു വിഷമം അവസ്ഥയാണ്. മനുഷ്യർ ചെറിയ കടം വരുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് ആളുകൾ തളർന്നു കിടക്കണം. നമ്മളെ അയൽവക്കത്തൊക്കെ ഒന്ന് അപ്പുറപ്പുറമൊക്കെ ഒന്ന് ചെറിയ അന്വേഷിക്കുക. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല വാക്കെങ്കിലും കൊടുത്തിട്ട് അവരെ ഇന്ന് പിന്തിരിപ്പിക്കാനും അവർക്ക് മനസ്സമാധാനം കൊടുക്കാനും ശ്രമിക്കണം. കാരണം ഈ കുടുംബത്തിലും അങ്ങനെ ഒരാളെ ആ സമയത്ത് കിട്ടിയെങ്കിൽ ആ സഹോദരിയും സഹോദരനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. ആ കുഞ്ഞു മക്കളെ അനാഥരാക്കിയിട്ടാണ് അവർ പോയത്. ഇനി നിങ്ങളൊക്കെ തീർത്തും അനാഥരായ ഈ കുടുംബത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നിലെത്തിക്കും. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ആ കുഞ്ഞു മക്കളെ അക്കൗണ്ടിൽ അവിടുത്തെ മഹലിലെല്ലാവരും കൂടിയിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഉടനെ നിങ്ങളെ മുന്നിലെത്തിക്കുക. നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഖ്യകൾ തീർത്തും അനാഥരായ ആ എത്തിമക്കളെ സഹായിക്കാൻ തയ്യാറാവുക. അവരെ നമുക്ക് പോറ്റണം. അവരിനി കരയരുത്, അവർക്ക് ആരുമില്ല എന്ന് തോന്നരുത്. നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു വലിയ മെസ്സേജ് നമ്മൾ അവർക്ക് കാട്ടിക്കൊടുക്കണം. അവരെ പഠിപ്പിക്കണം, അവരെ നന്നായി വളർത്തണം. നമുക്കൊക്കെ കീഴ്ശ്ശേരി പ്രകാശനം ഇതേമാതിരി 3000 രൂപ അടക്കം കഴിയാതെ വിഷമിച്ചപ്പോഴാണ് മറ്റൊരാളെ മുമ്പിൽ കൈയാട്ടിനെക്കാട്ടും നല്ല ജീവനൊടുക്കുക എന്നുള്ള ഒരു ദുഷിച്ച മനസ്സ് കീഴ്ശ്ശേരി പ്രകാശനും എന്ന് പറഞ്ഞ അനിയനും തോന്നിയത്. അദ്ദേഹം തന്നെ ഒരു കുഞ്ഞു കുട്ടീനെയും വയസ്സായ അമ്മനെയും ഭാര്യനെയും തനിച്ചാക്കി പോയി. ആ വിവരം നാട്ടുകാർ അറിയാതെ പോയതാണ് നാട്ടുകാർക്കുള്ള സങ്കടം. കാരണം പ്രകാശൻ നല്ലൊരു മനുഷ്യനെ. ഇന്ന് ഏതായാലും പ്രകാശനും വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലവരായ നാട്ടുകാർ മുഴുവനും കൂടി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ആ വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ നല്ലവരായ എല്ലാവിധ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയമില്ലാത്ത മനുഷ്യർ ആ നമ്മുടെ പ്രകാശൻ എന്ന അനിയൻ്റെ കുടുംബത്തിനും വീട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം അതിൻ്റെ താക്കോൽ കൊടുക്കാനാവും. അപ്പോൾ നമ്മൾ 100% നമ്മുടെ അയൽവക്കൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഒന്നുമില്ലെങ്കിൽ കഴിയുന്ന സഹായങ്ങൾ ചേർത്ത് കൊടുത്താലും അതല്ലാത്ത നല്ല വാക്കുകൾ കൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് അവരെ വിഷമങ്ങൾ പങ്കുചേരാനും നമ്മൾ ശ്രമിക്കണം. നമുക്ക് ആ കുഞ്ഞു മക്കളെ കാണാം. എവിടെ ഞാൻ ആൺകുട്ടികൾ ബാ പൊന്നൂസേ, ഇതാണ് നമ്മുടെ ആ 3 മക്കൾ. ഇവർക്കിനി നമ്മളായിരിക്കണം എല്ലാം. നമ്മൾ അവരെ കൂടെ, അവർക്ക് ഉപ്പയും ഉമ്മയും അനിയനും ഏട്ടനൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവണം. അവരെ പഠിപ്പിച്ച് വളർത്തണം. അവർക്ക് രക്ഷിതാക്കളില്ല എന്നുള്ള വിഷമം നമ്മൾ ഒരിക്കലും അവർക്ക് തോന്നരുത്. നിങ്ങളൊക്കെ കുമ്പടി ഉമ്മത്തൂർ നിരപ്പിലുള്ള അവരുടെ വീടൊന്ന് സന്ദർശിക്കണം.
മിഠായിയൊക്കെ കൊണ്ടുകൊടുത്ത് അവർക്ക് ചെറിയ ഡ്രസ്സൊക്കെ എത്തിച്ചു കൊടുക്കണം. അവരെ വിശേഷങ്ങൾ അന്വേഷിക്കണം. നമ്മളെ മക്കളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ മക്കളാണെന്ന് തീർത്തും അനാഥരെ നമ്മൾ സംരക്ഷിച്ചാൽ അതിനു മേലെ മറ്റൊരു പുണ്യം നമുക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചാൽ ഇവരെ നമുക്ക് ഉന്നതിയിലും പഠിപ്പിച്ച് വളർത്തി ഒരു കാരുണ്യ പ്രവർത്തകരായിട്ട് ആ രക്ഷിതാക്കളെ മക്കളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. സുഖല്ലേ? ഞാൻ പുതിയ വീട് കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ? ടി വി കിട്ടിയില്ലേ? ടി വി ആരാ തന്നിങ്ങനെ അറിയോ? രാജുവേട്ടൻ എന്ന് പറഞ്ഞ ചാലിശ്ശേരിയുള്ള രാജുവേട്ടൻ്റെ വകയാണ് ടി വി. അപ്പോൾ രാജുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക. രാജുവേട്ടൻ പറഞ്ഞത് മാനുക്ക അവർക്ക് എന്താണ് മാസം ഞാൻ ഭക്ഷണത്തിനുള്ള സാധനം ഞാൻ അവിടെ എത്തിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജുവേട്ടന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ പ്രാർത്ഥിക്കൂലേ? എൻ്റെ കുട്ടികൾ വലിയ മക്കളൊക്കെ ആകുമ്പോൾ പാവങ്ങളൊക്കെ നോക്കൂലേ? കണ്ടങ്ങൾ അവർ തലയാട്ടിൽ കണ്ടല്ലോ, അവർ നോക്കും. അവർ നാട്ടിലെ നല്ല മക്കളെ വളരും. പിന്നെ ഒരുപാട് ആളുകൾ ഇവർക്ക് സഹായമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തറയിൽ ഫർണിച്ചർ താന്നാളൂർ ഒരു സഹായമായിട്ട് ഇക്ക വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ടോട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ വക സഹായമായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉസ്മാൻ ക ഒരുപാട് പാവങ്ങൾക്ക് വെള്ള സൗകര്യം ചെയ്തു കൊടുത്ത് മാതൃക കാട്ടിയ ചെറായിലുള്ള ഉസ്മാൻ ക ഒരുപാട് എല്ലാ സൗകര്യവും വന്നിട്ടുണ്ട്. അതേമാതിരി കട്ടില മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് ഫ്രിഡ്ജടക്കം ഇവരുടെ ജീവിതത്തിൽ ഇവരൊന്നും ഫ്രിഡ്ജ് എന്താണെന്ന എ സി എന്താണെന്ന അല്ലെങ്കിൽ ഫാൻ എന്താണെന്നൊന്നും കണ്ടിരുന്നില്ല. എ സി ഒന്നും ഇല്ലെങ്കിലും ഫാനടക്കം ഫ്രിഡ്ജ്, ടി വി എല്ലാ സാധനവും ഒരുപാട് മനുഷ്യസ്നേഹികൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ നുസ്രത്ത് രാവും പാലില്ലാതെ ഓരോ വ്യക്തികളെ കണ്ട് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ ഒന്ന് എപ്പോഴേലൊക്കെ ഒന്ന് വരിക, ഒരിത്തിരി മിഠായിയൊക്കെ മേടിച്ച് നമ്മളെ മക്കളെ ഓർത്തിട്ട് അവരെ ഏറ്റെടുക്കണം. നമ്മളൊക്കെ വളർത്തണം. നമുക്ക് അവർക്കിനി ഉപ്പയും ഉമ്മയും ഇല്ല എന്നുള്ള ആ വേദന അവർ ഒരിക്കലും അറിയരുത്. നമ്മൾ പോറ്റി വളർത്തി ഉന്നതിയിലെത്തിക്കണം. അവർ പറഞ്ഞത് പാവപ്പെട്ടവരെ ഞങ്ങളും സഹായിക്കും എന്നുള്ള ഒരു മനസ്സാണ് ആ കുട്ടികൾക്കൊക്കെ. അത് ആ രീതിയിൽ നമുക്ക് വളർത്തണം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യക്കാരം അനാഥരെ സംരക്ഷിക്കൽ. ഉപ്പയും ഉമ്മയില്ലാത്ത ഈ 3 മക്കളെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അവരെ 3 ആളെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക. നമുക്ക് അവരെ സംരക്ഷിക്കണം. അവർക്ക് ജീവിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. നമ്മുടെ രാജുവേട്ടന് ചാലിശ്ശേരി രാജുവേട്ടനെ പോലുള്ള മനുഷ്യസ്നേഹികളുണ്ടാകുമ്പോൾ നമ്മളെ മക്കൾ ഒരിക്കലും വിഷമിക്കൂല എന്ന് പരിപൂർണ്ണ ഉറപ്പാണ്. രാജുവേട്ടൻ പറഞ്ഞത്, മാനുക്ക ഞാൻ എന്താ വേണ്ടതെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. സൗദിയിൽ ജോലി ചെയ്യുന്ന ആ വലിയ മനുഷ്യസ്നേഹി ഞാൻ ഇന്നേ വിളിച്ചിട്ട് രാജുവേട്ട ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ടി വി കുട്ടിക്ക് പഠിക്കാൻ നൽകാൻ വിഷമം ഉണ്ടാവുകയെന്ന് ചോദിച്ചപ്പോൾ അരമണിക്കൂർ കൊണ്ട് അതിനുള്ള പൈസ അദ്ദേഹം ബാങ്കിലിട്ടെന്ന്. മാനുക്ക അതിൻ്റെ വക മാത്രമായിരിക്കണം. അത് സ്വന്തമല്ല, ഇതിലേക്കുള്ള അലമാറ കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ എത്തിച്ചതാണ്. അതാണ് മനുഷ്യ സ്നേഹം എന്നുള്ളത് പറഞ്ഞ മനുഷ്യർ. അപ്പോൾ നമ്മുടെ പ്രകാശൻ്റെ വീടിൻ്റെ താക്കോൽദാനം ഉണ്ടാവും അടുത്ത മാസം. പ്രകാശൻ്റെ കുടുംബത്തിന് നമുക്ക് ഏറ്റെടുക്കണം. പ്രകാശൻ്റെ കുഞ്ഞു കുട്ടിയും കുടുംബവും വളരെ വിഷമത്തിലായിരുന്നു. അതും അനാഥയാണ്. നമുക്ക് ഏറ്റെടുക്കണം. അവർ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ഇവർക്ക് നമുക്ക് താങ്ങും തണലാവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അവരെ കുട്ടികളെ വല്യമ്മയാണ് അതുള്ളത്. അവർക്ക് സുഖമില്ല, വല്യപ്പി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കുട്ടിയുടെ പേരെന്താ? ഓൻ്റെ പേര് തൻവീർ എന്നാണ്. ഓനാണ് ചെറിയ കുട്ടി. എൻ്റെ കുട്ടിക്ക് എത്ര വയസ്സായി? 6 വയസ്സായി. 6 വയസ്സായ ഓനങ്ങൾ കണ്ടല്ലോ. ഓൻ ആരുമില്ലാന്ന് തോന്നരുത്. ഓന് നമ്മളുണ്ടാവണം. അവനക്ക് നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കലുണ്ട്. നമ്മളെ മക്കളെ ഭക്ഷണം കഴിച്ചോ, കുളിച്ചിട്ടുണ്ടോ, ഇരുമ്പിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉറങ്ങിയോ, നേരത്തെ കുളിപ്പിച്ചും നമ്മൾ അവരെ സംരക്ഷിക്കലുണ്ട്. ഇവർക്ക് ആരുമില്ല. പക്ഷെ ഇനി നമ്മളുണ്ട്. നമ്മളുണ്ടാവണം. ആ മഹദിയും അവരുപ്പയും എന്തോ ഒരു നശിച്ച സമയം അവരെ ജീവിതം മടുത്ത് അവർ പോയി.
ഇതാണ് ആകെ ഒരു പെൺകുട്ടിയാണുള്ളത്, ഒന്ന്, പിന്നെ 2 ആൺകുട്ടികളാണ്. എൻ്റെ കുട്ടിയുടെ പേരെന്താ? അപ്പോൾ തൻവീർ, തൻസീർ. എൻ്റെ കുട്ടിയുടെ തസ്നിയ, തൻവീർ, തൻസീൽ. ഇൻഷാ അല്ലാ 3 ആളെ പേരൊക്കെ നല്ല പേരിട്ടുള്ളത്. എന്തായാലും നമുക്കൊക്കെ കൂടി അവരെ സംരക്ഷിക്കണം. ഇനി നമുക്കൊക്കെ ഒന്ന് കുടുംബങ്ങളൊക്കെ ഒന്ന് കാണാം. ഇന്ന് പാലുകാച്ചിലേന്ന് ബഹുമാനപ്പെട്ട തറയിൽ നമ്മളെ ഫർണിച്ചറിൻ്റെ അജിക്ക ഒരു സഹായമായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഉസ്മാൻ ഭായി, പിന്നെ ഒരുപാട് മനുഷ്യസ്നേഹികൾ, ആരൊക്കെ ഓർമ്മയില്ല, ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ടും സഹായമായിട്ടും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇൻഷാ അല്ലാ വീട്. അവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. അജിക്ക, ഇത് നമ്മളെ തറയിൽ അജിക്കയാണ്. അജിക്കും നമ്മളെ ഉസ്മാൻ ഭായിയും പാടെയാണ് ഇന്ന് പാലുകാച്ചിൽ നടത്തിയത്. അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ ഫർണിച്ചർ കടയിൽ നിന്നും കിട്ടുന്ന ലാഭത്തിലൊരു വിഹിതം ഇങ്ങനെയുള്ള അർഹതപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കണേ. ഇതാണ് നമ്മൾ സമ്പാദിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി നൽകാനുള്ളതാണെന്നുള്ള വലിയ മെസ്സേജാണ് നമ്മൾ അജിക്ക. ഇന്നിപ്പോൾ ഇവിടെ നേരത്തെ എത്തിയാലോ. ഇന്നിപ്പോൾ നമ്മളെ മക്കളെ അവർക്ക് ആരുമില്ല, ഉപ്പില്ല ഉമ്മില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമ്മളെല്ലാവരും ഉണ്ടെന്നും പോയി. അതാണെന്ന് ആജിക്കൊന്നില്ല. ഭയങ്കര വിഷമമായി പോയത് ഇവിടെ വന്ന് കണ്ടപ്പോൾ. അപ്പോൾ കുട്ടികളെ കാര്യം എല്ലാവരും ഏറ്റെടുത്ത് അവരെല്ലാവരും ഒന്നിച്ച് വളരെ ഇതിൽ ഭംഗിയായിട്ട് നല്ലൊരു കുടുംബമായിട്ട് അവർ പോകണം. അവർ വളർത്തണം നമുക്ക് ഉന്നതിയില്ലേ. നല്ല വിദ്യാഭ്യാസം എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ എല്ലാവരും ശ്രമിച്ചാൽ നന്നായിട്ട് നടക്കും. തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്നു, നമ്മൾ കഴിയുന്നതനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് നമ്മളൊക്കെ ഇവിടെയൊക്കെ വരും. മതി ഖൈറാക്കട്ടെ. അമീൻ. ഇതിനുള്ള പ്രതിഫലം ഇരു ലോകത്തേക്കുള്ളതാണ്. അവർക്ക് തൽക്കാലം ഡ്രസ്സ് എടുക്കാൻ ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കും. നിങ്ങൾ കൈയോടെ കൊടുക്കും. മേടിച്ചോളി. അതുപോലേ ഡ്രസ്സ് കൊടുക്കാനിട്ടാ അജിക്കാൻ്റെ വക ഇൻഷാ അല്ലാ. ഇതാ രാജുവേട്ടൻ്റെ ചാലശ്ശേരിയുള്ള രാജുവേട്ടൻ നമുക്ക് മേടിച്ചെന്ന കുട്ടികൾക്ക് മേടിച്ചെന്ന TV ആണ്. മനക്കാതെ എന്താ വേണ്ടിച്ച ചെയ്തോളി. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ സലാം TVSK എന്ന് പറഞ്ഞ റൈസ് ബാങ്കിൻ്റെ ഒരു വലിയ മനുഷ്യസ്നേഹിയുണ്ട്. സലാം TVSK നമുക്കൊക്കെ അറിയാം. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഒരുപടി പറയില്ല, ജീവിതത്തിൽ ഇത്ര ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയ കേരളത്തിലൊരു വ്യക്തിത്വം ഉണ്ടാവുമെന്ന് സംശയമാണ്. കാരണം എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ റൈസ് ബാങ്കാണ്. ഏത് പാവപ്പെട്ട കല്യാണത്തിനും അദ്ദേഹം ആ സാധനം എത്തിക്കണത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വകയാണ് ഇവിടെ 8 വീട്ടിലേക്കും റൈസ് ബാങ്കിൻ്റെ TVS സലാം ഖാൻ്റെ റൈസ് ബാങ്കിൻ്റെ വക എല്ലാ വീട്ടിലും ഇതേമാതിരിയുള്ള ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത് മാനോ ഞാൻ ചെയ്യാം, എന്താണ് ആവശ്യം എന്ന് ചോദിച്ചിട്ടുള്ള സലാം ഖാൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താണ് അവിടേക്ക് ആവശ്യമുള്ളത് അതൊരു പറഞ്ഞാൽ മതി എന്നുള്ള വലിയൊരു വാക്കാണ് ഞങ്ങളെ സലാം ഖാ ഞങ്ങൾക്ക് തന്ന മെസ്സേജ്. ആ മനുഷ്യനൊക്കെ പഠിച്ച ആയുസ്സും ആരോഗ്യം സമ്പത്തൊക്കെ കൊടുക്കട്ടെ. അങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ആണ് നമ്മുടെ നാടിന് ആവശ്യമുള്ളത്. ഇപ്പോൾ മക സുഖമായില്ലേ, സന്തോഷമായില്ലേ? ഈ കണ്ണീര് കണ്ടല്ലോ നിങ്ങൾ. ഈ കണ്ണീരാണ് മനസ്സിൻ്റെ ഉള്ളിൽ പുഞ്ചിരിയും പുറത്തേക്ക് വരുന്ന കണ്ണീരാണ്. കാരണം എന്തായാലും എൻ്റെ മക്കൾ അനാഥരായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു വല്യമ്മക്കുണ്ടായിരുന്നു. ഇന്ന് മക്കൾ അനാഥരല്ല. ഒരുപാട് ആളുകൾ ഉമ്മാൻ്റെ പേരക്കുട്ടികളെ ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട് അല്ലേ ഉമ്മ? ഒരുപാട് സന്തോഷമില്ലേ? ഇനി ഇൻഷാ അല്ലാ അവരെ നമ്മൾ പഠിപ്പിച്ച് അവരെ ഉന്നതിയിലെത്തിക്കണം. എന്നിട്ട് അവരെ പാവപ്പെട്ടവർക്കൊക്കെ സഹായിക്കുന്ന ഒരു മനസ്സിനോട് മനസ്സിലാക്കുക. ആ രക്ഷിതാക്കൾക്ക് സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ നിങ്ങളെ മക്കൾക്ക്. അതിനുള്ള വഴി അല്ല ഇവരാലെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുപ്പിക്കണം കേട്ടാ ഇൻഷാ അല്ലാ. ഇത് അതായത് കുട്ടികളപ്പാൻ്റെ ഉമ്മയാണിത്. അവരൊക്കെ കണ്ണീര് നമ്മൾ കണ്ടു. ഈ കണ്ണീരിനാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത്. നമുക്ക് മറ്റുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പടച്ചവനെ നിശ്ചയമായിരുന്നു. അവർ രണ്ടാളും അങ്ങനെ തീരുമാനമെടുത്തത്. പക്ഷേ ഇന്ന് എന്തായാലും ആ മക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞു. അതിന് ഒരുപാട് മനുഷ്യസ്നേഹികളോട് നന്ദി പറയാണ്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഒരുപാട് ആളുകളുടെ പേര് പറയില്ല. നമ്മളെ മരിച്ചീൻ്റെ അനിയത്തിയാണ് ഇത്. മരിച്ച സഹോദരിൻ്റെ അനിയത്തിയാണ്. എൻ്റെ കുട്ടിക്ക് എത്ര കുട്ടികളാണ്? 3 കുട്ടികൾ. എൻ്റെ കുട്ടിക്ക് നല്ല വരട്ടെ ഇൻഷാ അല്ലാ. ഇനി അങ്ങനത്തെ ഒരു ബുദ്ധി ജീവിതത്തിൽ നമുക്കാർക്കും അല്ലാ തരാതിരിക്കട്ടെ. കാരണം നമുക്കൊക്കെ നമ്മൾ കുഞ്ഞു മക്കളിട്ട് അനാഥരാക്കി പോയിട്ട് ഒന്നും ലാഭമില്ലല്ലോ.
അത് അവരെ ബുദ്ധിമോശം അള്ളാഹ് അങ്ങനെ ഒരു മനസ്സ് കൊടുത്തായിരിക്കും. അള്ളാഹ് ഞങ്ങൾക്ക് നമുക്കൊക്കെ നല്ല മനസ്സ് തരട്ടെ, എപ്പോഴും ചിന്തിക്കുക. ഈ ഇതാണ് എളീമ ഉമ്മാൻ്റെ അനിയത്തിയാണ്, ഏട്ടത്തി. അപ്പോൾ ഇവരാണ് നമ്മളെ മക്കളെ പോറ്റുന്നത്. മക്കളെ പോറ്റാനും അവരെ ഭർത്താവിൻ്റെ ഒരു കോലം കാണാൻ വയ്യ. എവിടെ ഭർത്താവ്? അതിൻ്റെ ചേരും കോലം കാണാൻ വയ്യ. ഇവരായ കഷ്ടപ്പാടില്ല, അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇത് ഇങ്ങനെ. അല്ല എവിടെ ഫാന് ഫിറ്റ് ചെയ്തില്ലേ? ഫാന് ഫിറ്റ് ചെയ്യാം. അതെന്നോട്ടാ ഇത് ആര് നമ്മളെ ഈ അനാഥരായ കുട്ടികളെ നോക്കിയിരുന്നത് നമ്മളെ ഇത്തയാണ്. ചെറിയ കുട്ടീനെ വലിയ കുട്ടീനെ തൻവീറിനെ സംരക്ഷണം നടത്തിയിരുന്ന ഇതുവരെ ഈ മഹദിയെന്ന്. ഈ മഹദിക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. കാരണം അനാഥരാണെന്ന് കണ്ടതോടെ എൻ്റെ മക്കളാണെന്ന് കൈ പിടിച്ചിട്ട് 7-ാം ദിവസം ഉമ്മ മരിച്ചു, ഉപ്പി മരിച്ച് 7-ാം ദിവസം ആ കുട്ടികളെ, ആ ഒരു കുട്ടീനെ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിച്ച ഒരു മഹദിയാണിത്. പടച്ചോൻ തരുമൊക്കെ ഇതിനൊക്കെ പ്രതിഫലം. അള്ളാഹ് വലിയവനല്ലേ ഇട്ടാ. ഇന്ന് പാലൊക്കെ കാച്ചിക്കണ്, ഇൻഷാ അള്ളാഹ് ഒക്കെ റാഹത്തേക്കണ്. നമ്മളെ എയർ ക്ലാസ് ചായ കൊണ്ടോട്ടെ. അയ്യോ മഷ്കൂർ. ഇനിയൊക്കെ ഉണ്ടാവട്ടാ. ഇനി ഇതൊക്കെ പോലെ ഉന്നതിയിൽ എത്തിക്കണം. നമുക്ക് പോലെ വളർത്തണം. നമുക്ക് നന്നായിട്ട് ഇട്ടാ. ഇനി ഒരു വിഷമം വേണ്ട. ആമീൻ. ഇതാണ് പിന്നെ മൂത്താപ്പാക്ക് സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. എന്നാലും അദ്ദേഹം നമ്മളോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിക്കോളാം, എൻ്റെ കുട്ടികളെ എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ശരിക്ക് ഒരു രോഗിയായ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും തീർത്തു. നിങ്ങൾക്ക് എത്ര മക്കളാ? ഇവർക്ക് 3 കുട്ടികളാണ്. അവരൊക്കെ ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒരുമിച്ചാണ് നിൽക്കേണ്ടത് അല്ലേ? ഇൻഷാ അല്ലാഹ് കുട്ടികൾ ഒന്ന് ഒരു മിനിറ്റ് ഇതിലൊന്ന് സംസാരിക്കണം. ഓളവിടെ നോട്ടെ. ഇനി അവിടെ വേറെ ആളുണ്ടാ? ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ കുട്ടികൾക്ക് നല്ല വരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നല്ല നോക്കണ്ടാ. കുട്ടികളെ, എൻ്റെ കുട്ടികളുടെ നന്നായി പോയിട്ട് അവരെ കളിപ്പിച്ച് അവർക്ക് എല്ലാ കുട്ടികൾ കൊടുക്കൊണ്ടിട്ടാ. ഇത് കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും തലയണയും ബെഡും എല്ലാം കൊണ്ടു കൊടുത്തിക്കണേ. അൽഹംദുലില്ലാ. ഇനി ഓലൊന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങട്ടെ പഠിച്ചോനെ. നുസ്രത്തെ ആരൊക്കെ കുഞ്ഞെ നമുക്ക് സാധനങ്ങളൊക്കെ ഒരുപാട് മനുഷ്യസ്നേഹികൾ തന്നില്ല. എന്തൊക്കെയാണ്? വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ വൈലത്തൂര് ക്ലിനിക്ക് നടത്തുന്ന ഞങ്ങളെ പെൺകുട്ടിയാണ്. ഒരുപാട് സഹായങ്ങളാണ് ഓള് ഈ നമ്മളെ വീട് താക്കോൽദാനത്തിന് അന്ന് തന്നെ കുറേ സഹായിച്ചു. ഇപ്പോൾ പാങ്ങിൽ നടക്കുന്ന ഒരു കല്യാണത്തിലേക്കുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളൊരു പെൺകുട്ടിയാണ്. അൽഹംദുലില്ലാ. സന്തോഷമല്ലേ നമുക്ക് നമ്മളെ കുട്ടികളതിൽ അല്ലേ എല്ലാവരും സാധനങ്ങളും എത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് അള്ളാഹ് ആയുസ്സും ആരോഗ്യം തരട്ടെ. കാരണം അത്രയും കാരുണ്യ പ്രവർത്തനമായിട്ടാണ് കിട്ടിയത്. ഇത് നമ്മളെ ABCD ഗ്രൂപ്പിലെ നാസർ സാഹിബാണ്. ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് ഇന്നത്തെ ഇന്ന് രാവിലെ മുതലേ പ്രവർത്തനം? ഞാൻ രാവിലെ മാനോക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് രാവിലെ 8 മണിക്ക് വന്നിക്കണേ. സത്യമായിട്ട് എത്രങ്ങാനും ആളുകൾ പല ജില്ലയിൽ നിന്നും ആളുകൾ മാനോക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് പല നിലക്കും. ഏതായാലും പഠിച്ച റബ്ബ് ഇത് സ്വീകരിക്കട്ടെ. മാനോക്കാൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിന് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. ഇനി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാ സഹായങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ ഉസ്മാൻക 2 വാക്ക് പറയും. ഉസ്മാൻക എന്നൊരു സന്തോഷമുള്ള ദിവസം ഞങ്ങളെ കുഞ്ഞുമക്കളെ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. കാരണം മാനോക്കാൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ കുടുംബം അവിടെ എൻ്റെ വീട്ടിൽ വരികയും നിങ്ങളോട് കാര്യങ്ങൾ സമീപിക്കുകയും അത് പ്രകാരം ഇത്രയും പെട്ടെന്നാവുന്നുള്ള ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും അല്ലാഹു തആല ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അല്ലാഹു തആല അതിൻ്റെ തക്കതായ പ്രതിഫലം തരട്ടെ. നമ്മളെ ഈ ഒരു പ്രവർത്തനം ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പിന്നെ എന്തായാലും യതീമുകളെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയല്ലോ. അല്ലാഹു തആല ഹൈറാക്കി തരട്ടെ. ഉസ്താദാണ് ആദ്യം നമ്മളെ ഈ കുട്ടികളെ ഉസ്മാഖാൻ്റെ പെരേക്ക് നമ്മളെ മുമ്പിൽ എത്തിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്നൊരു സന്തോഷമല്ല നമ്മളെ കുഞ്ഞുമക്കൾക്ക് സംരക്ഷണം നൽകാൻ. ഇതിൽ പ്രത്യേകം നന്ദി പറയേണ്ടത് ഒരു രാജുവേട്ടുണ്ട് ചാലിശ്ശേരിയുള്ള. ഫസ്റ്റിൽ ഞാൻ ഈ ഒരു വോയിസിൽ അദ്ദേഹത്തോട് വിവരം കൊടുത്തപ്പോൾ തന്നെ
രാജോട്ടൻ സൗദിയിൽ ജോലി ചെയ്യുക. മാനുക്ക, എന്താണ് ഞാൻ ആ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഞാൻ ഏറ്റെടുത്തോളം മാനുക്ക. അവർക്ക് അല്ലെങ്കിൽ 10,000 രൂപ വീതം മാസം ഞാൻ കൊടുക്കുക. പിന്നെ അവരെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയും മാനുക്കാറിട്ട്. ചാലശ്ശേരിയുള്ള മനുഷ്യനെ രാജോട്ടനെ നമുക്ക് മറക്കാനില്ല. അങ്ങനെ ഓരോ പ്രമോദോട്ടനും മറക്കാൻ. അതെ അതെ ഞങ്ങളുടെ നാട്ടിലെ നമ്മളെ നാട്ടില് എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ് പ്രമോദ്. പക്ഷെ ആ പ്രമോദ് എന്ന് വിളിക്കാൻ പോകാൻ പറ്റുന്നില്ല. അത്രയും വലിയൊരു ഈ ഒരു കുട്ടികളെ കാര്യം പറഞ്ഞപ്പോൾ യാതൊരു മുഖവൽക്കില്ലാതെ അവൻ ഏറ്റെടുത്ത് അവൻ പറഞ്ഞ എന്റെ സ്ഥലം കൊടുക്കാൻ 3 സെന്റ് പറഞ്ഞ ഒരു വ്യക്തിയാണത്. എന്റെ സ്ഥലത്തിൽ നിന്ന് 3 സെന്റ് ആ കുട്ടികൾ കൊടുക്കുക. ഇവര് തൊട്ട അതൊന്നല്ല, അതിനേക്കാൾ ഉപരി എന്താ വേണ്ടത്? അപ്പൊ പ്രമോദിനെ എങ്ങനെ പുകഴ്ത്തി പറയണമെന്ന് അറിയില്ല. എന്തായാലും അല്ലാഹുതആല അവനക്കും അവന്റെ കുടുംബത്തിനും ദീർഘായുസ്സും. പ്രമോദ് ഉസ്മാൻ ഖാനോട് ഒരു ചോദ്യം ചോദിച്ചു. ഉസ്മാൻ ഖാൻ 100 ചില്ലാൻ കുടുംബത്തിന് വെള്ളമില്ല, അപ്പോൾ ആ വെള്ളം ഇവിടെ ഒരു സൗകര്യം കിട്ടണമെങ്കിൽ ഉപകാരം നീ പറഞ്ഞാൽ എൻ്റെ മുറ്റത്ത് ഇജ്ജ് കളച്ചോ എന്ന് പറഞ്ഞിട്ട് ഉസ്മാഖനെ കളച്ചു കൊടുത്തിട്ട് മോട്ടർ കളിച്ചാൽ വെള്ള സൗകര്യം ചെയ്ത് കൊടുത്ത് അതിന് പോയി ഞാൻ ഒക്കെ മറക്കൂല. ഉസ്മാക്ക വെള്ളമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത്. വെള്ളം വഴി അൽഹംദുലില്ലാ പ്രശ്നം തരും. ഇൻഷാ അല്ലാ അവിടെ കിട്ടാ. ഏതായാലും ഇൻഷാ അല്ലാ നിങ്ങൾ കണ്ടല്ല നമ്മുടെ കുട്ടികളെ സന്തോഷം. ഇനി നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം. കുഞ്ഞേ സുഖമല്ലേ? ഇത് ഉസ്മാക്ക മക്കളെയൊക്കെ കൊടുക്കണ്. കാരണം മക്കളെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉസ്മാക്കാക്ക് വലിയൊരു മെസ്സേജാണ് നടത്തുന്നത്. ഇതാണ് നമ്മൾ കാണിക്കേണ്ട കാരുണ്യം. നമ്മളെ മക്കളെയും നമ്മൾ ഓരോ കാരുണ്യ പ്രവർത്തനം കാണിച്ച് പഠിപ്പിക്കണം. ഇനി ഇവർ നാളെ ഉപ്പാക്ക് വേണ്ടി ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലെ മനസ്സിൽ എന്നുണ്ടാവും. കാരണം അവരെ മനസ്സൊക്കെ സ്വാഭാവികമായിട്ടും പല ബിസിനസ് ചിന്തയുള്ള മക്കൾക്കൊക്കെ പഠിച്ചവനെ ഒരു കാലത്ത് പോലും പറയും ഞങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ കാരുണ്യം ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ആ വാക്ക് എല്ലായിടത്തും ഉപയോഗിക്കില്ല. സന്തോഷമല്ലേ? ഇന്നത്തെ അനുഭവത്തിൽ എൻ്റെ കുട്ടികൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പാവങ്ങൾ, ക്യാൻസർ രോഗികളും മറ്റുള്ള അനാഥരായ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഭർത്താവില്ലാത്ത കുറേ കുട്ടികളുണ്ട്. പിന്നെ ഉമ്മയും ബാപ്പയും ഇല്ലാത്തതാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളവിടുന്ന് കൊടുക്കുന്നത്. സന്തോഷമല്ലേ? ഇപ്പോഴാണ് അതിനൊക്കെ കാരണക്കാരൻ. ഇപ്പം നിങ്ങളെ കുടിയിൽ നിന്നാണ് ആ വർക്കത്തുള്ള വാക്കുണ്ടായത്. ഇൻഷാ അല്ലാഹ് അതിന് കുട്ടികളെ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അടുത്ത നമ്മുടെ 24 വീടാണ് ഈ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത പ്രാവശ്യം അടുത്ത മാസം ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. നമുക്ക് പങ്കെടുക്കാൻ ഇൻഷാ അല്ലാഹ് വിവരങ്ങളൊക്കെ അറിയിക്കും. ഉസ്താദേ ഇൻഷാ അല്ലാഹ് ഇതിന് നിങ്ങളോട് പ്രത്യേകം നന്ദി പറയാം. നിങ്ങളല്ലാതെ അതിന് ആത്മാർത്ഥത കാണിച്ചൊരു മനുഷ്യനാണ്. അതിനുള്ള പ്രതിഫലം പടച്ചോൻ തരും. ആമീൻ. അല്ലേ? കുട്ടികളെ വല്യപ്പയാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇന്ന് നമ്മളെ കുട്ടികളെ ജീവിതത്തിൽ അവർക്കൊരു ഭവനായി അല്ലേ? ആമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണ്ടി. ഇനി നമുക്ക് പോലെ സ്വർഗീയ ജീവിതത്തിൽ തന്നെ പോലെ ജീവിക്കട്ടെ. എല്ലാം ഉൾപ്പെട്ട എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ തന്നെ എഴുതി പോയിരിക്കാണ്. ആമീൻ. ഇൻഷാ അല്ലാഹ്. ദാദാ സുഖല്ലേ? തരാട്ടാ. ഇതിലൊക്കെ താമസക്കാരാണ്. അസ്സലാമു അലൈക്കും. എന്താ മോളെ സുഖല്ലേ? എങ്ങനെയുണ്ട്? എൻ്റെ പെരയിൽ വരുമ്പോൾ ഓള് കരഞ്ഞുകാണ്ടാ വന്നത്. എനിക്ക് മക്കളെ വാപ്പ മരിച്ചിരിക്കണ്, എനിക്ക് ജീവിക്കണം, എന്നെ ആരും പണിക്ക് വിളിച്ചില്ല, എൻ്റെ മുഖത്താകെ പാണ്ട് പിടിച്ചിട്ട് ഒരു ജോലിക്ക് പോലും ആരും വിളിക്കില്ല, പട്ടിണിയാണ് മാനുക്ക, എൻ്റെ കുട്ടികളെ സംരക്ഷിക്കാനോ വാടക കൊടുക്കാനോ എനിക്ക് കഴിയില്ല, അന്തി ഉറങ്ങാനൊരു ഭവനം മാനുക്ക എൻ്റെ കുട്ടികൾക്ക് എനിക്കും തരുമോ? എൻ്റെ ഭർത്താവ് അറ്റാക്ക് ഒന്ന് മരിച്ചു പോയതാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ആ കുഞ്ഞ് 3 മക്കളായിട്ട് കുട്ടിക്ക് 2 മക്കളായിട്ട് 2 വയസ്സും 3 വയസ്സുള്ള കുഞ്ഞു മക്കളായിട്ടാണ് എൻ്റെ കുടിയിൽ വന്നത്. ഇന്ന് അവളെ മുഖത്ത് ഞാൻ വന്നപ്പോൾ ആ കണ്ട ചിരി കണ്ടല്ല, ഞാൻ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യമാണ് അത്. ആ സമ്പാദ്യമാണ് നമുക്കൊക്കെ വേണ്ടത്. ഇപ്പം എൻ്റെ കുട്ടിക്ക് സുഖമില്ലേ? ഇനി ഇൻഷാ അല്ലാഹ് എല്ലാ സൗകര്യം ഇവിടെ നിന്നിട്ട് ഒരു ഉന്നതിയിലെത്തട്ടെ, വലിയ ലെവലിലെത്തിയിട്ട് എൻ്റെ കുട്ടികളെ പോലെ കാരുണ്യ പ്രവർത്തനം പഠിപ്പിക്കണം. ഇവിടെ ആര് വരുമ്പോഴും പച്ചവെള്ളമാണെങ്കിലും എൻ്റെ കുട്ടി എടുത്തു കൊടുപ്പിക്കണം. അവരെ കൊണ്ട് മനുഷ്യനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിച്ച് വില കൊണ്ട് കൊടുപ്പിക്കുക. അതെൻ്റെ കുട്ടിക്ക് ഒരിക്കലും നഷ്ടം വരില്ല കേട്ടാ. ബാക്കിയെല്ലാം ഉണ്ടാവും. അനാഥരെ സംരക്ഷിക്കാൻ പലരും വരും. എൻ്റെ കുട്ടീൻ്റെ 2 മക്കൾ ഇതാണ്ടല്ലോ, ഇതാണ് ഒരുത്തന്. ഓനറിയില്ല ഓനിപ്പല്ല എന്നുള്ള, ആ ഉമ്മ അതറിയിച്ചിട്ടില്ല. ഇനി നമ്മളൊക്കെ ഓനക്ക് രക്ഷിതാക്കളായിട്ടും സഹോദരന്മാരായിട്ടൊക്കെ വേണം. കാരണം അവൻ്റെ ജീവിതത്തിൽ
കുഞ്ഞു പ്രായത്തിൽ തന്നെ രക്ഷിതാവില്ലാതായി, വീടില്ല, വാടക വീട്. അങ്ങനെ ആ മഹദി വളരെ കരഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. ഇന്ന് ആ കുടുംബത്തിലെ ആ കുട്ടീൻ്റെ സന്തോഷം, അവരെ സ്വന്തം വീട് എന്നുള്ള അവരുടെ ജീവിതത്തിലുള്ള ഒരു സ്വപ്നം പൂവണിഞ്ഞേക്കാണ്. ഇതിനൊക്കെ പടച്ചമ്പുരാനോട് സ്തുതിക്കുകയാണ്. കാരുണ്യവാനായ റബ്ബ് ഞങ്ങളൊക്കെ ഒരു ജോലിക്കാരാക്കി ഒരു കരാറുകാരെ പണിക്ക് ഇറക്കി തന്നു. അദ്ദേഹം സമ്പത്ത് ഞങ്ങളെപ്പോലെ എൻ്റെ അടുത്ത് എൻ്റെ വാര്യർ ഫൗണ്ടേഷനിലെ മാധവേട്ടന്, എൻ്റെ ജോസേട്ടനും എൻ്റെ മാധവേട്ടനൊക്കെയാണ്. അവരാണ് എൻ്റെ കൂടെ ഇങ്ങനെയുള്ള അനാഥരെ സംരക്ഷിക്കാൻ മുന്നിക്ക് വന്ന മനുഷ്യർ. അതാണ് ഇന്ന് ഇവരെ സന്തോഷം. ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ സ്വർഗീയ പൂന്തോപ്പിൽ പടച്ചമ്പുരാൻ ഒരുമിപ്പിക്കട്ടെ. കാരണം അതാണ് നമുക്കൊക്കെ മനുഷ്യന് ജാതി മതം ഒന്നുമല്ല വേണ്ടത്, മനുഷ്യനാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് നല്ലതേ വരുള്ളൂ. ഇനി പ്രാർത്ഥന, ഇനി എന്നും ഈ പുഞ്ചിരി വേണം. മരണം വരെ മക്കളെ നന്നായി വളർത്തുക. ഞങ്ങളൊക്കെ അവർ ആങ്ങളാരായിട്ട് എപ്പോഴും എൻ്റെ കുട്ടിക്ക് ഉണ്ടാവും. എന്താവശ്യം വിളിച്ചാൽ സന്തോഷത്തോടുള്ള ജീവിതം ഉണ്ടാകട്ടെ കേട്ടാ. അപ്പുറത്ത് പോട്ടെട്ടാ. ഇതാ എനിക്ക് ഏറ്റവും എൻ്റെ ഏട്ടത്തിമാരും അനിയത്തിമാരിതാ. ഇതുപോലെ എൻ്റെ കുട്ടിക്ക് ഇനി ഇവരെ ഉണ്ടാവട്ടാ. ഇനി നമുക്കേ ഒരമ്മച്ചിനെയും കൂടി കാണാനുണ്ട്. അതായത് ഈ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. അതിന് വാടക കൊടുക്കാൻ കഴിയാതെയും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. ആ അമ്മച്ചിൻ്റെ കണ്ണീര് കണ്ടിട്ടാണ് ഇന്നിവിടെ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയത്. ഇനി എന്നെ കാണുമ്പോൾ നോക്കൊണ്ടേ അമ്മച്ചിൻ്റെ മുഖത്തുള്ള ചിരി ഇതാ ആണ്ടാ. ആരെ കണ്ടാലും എൻ്റെ അമ്മച്ചി ചിരിച്ചിട്ടേ വർത്തമാനം പറയുള്ളൂ. ഇതാണ് എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ അമ്മച്ചി. ഈ സ്നേഹം അമ്മച്ചിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ ഒരു രോഗം പിടിക്കപ്പെട്ട് അമ്മച്ചി തൃശ്ശൂർ അമലയിലല്ലേ ചേച്ചി അല്ല മെഡിക്കൽ കോളേജിലേന്ന് ചികിത്സ നടത്തിയത്. അപ്പോൾ ഒരുപാട് മരുന്നൊക്കെ കുടിച്ച് അങ്ങനെ അമ്മച്ചിൻ്റെ സ്വന്തമായിട്ടുള്ള വീടായതിൻ്റെ ശേഷം അമ്മച്ചി ഒരു തീരുമാനമെടുത്ത്, ഇനി ഞാൻ മരുന്ന് കുടിക്കൂല, എനിക്ക് മനസ്സമാധാനമുണ്ട്, നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ വാക്കാണ് ഇല്ലേ അമ്മച്ചി? ഇപ്പം ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കില്ലേ? ഇപ്പൊ സന്തോഷല്ലേ? വ്യാഴാഴ്ച ഒന്ന് പോയി കുട്ടികൾ കൊണ്ടുപോയി, അവര് നിർത്താൻ പറയാതെ നിർത്തണ്ട പറഞ്ഞിട്ടേ അത് ഭക്ഷണം ഓവറായി തിന്നപ്പേ കണ്ട. ഇൻഷാ അല്ലാഹ് പൂതിയുള്ളതൊക്കെ തിന്നുക, നമ്മളെ ആഗ്രഹമുള്ളത് തിന്നണം. അപ്പൊ ഇന്ന് തീരെ വയ്യാണ്ട പോലെ കിടക്കായിരുന്നു. അതാണ് മുഖമൊക്കെ അത്ര വീർത്ത് തന്നെ. ആ ഉളി കഴിച്ചിട്ടില്ലേ? മുടിയൊക്കെ ഒന്ന് വന്ന് ഒക്കെ ഒന്ന് വന്ന് എല്ലാം കഴിച്ചിരുന്നല്ലോ. മരുന്ന് കഴിച്ചൊക്കെ കൊഴിഞ്ഞു പോകും. പഠിച്ചോനെ ഇനി ഒന്നും ഇല്ലായിരിക്കട്ടെ. മനസ്സ് ഈ ചിരി ഉണ്ടല്ലോ, പുഞ്ചിരി, അതുകൊണ്ട് തന്നെ പഠിച്ച ഒരു സുഖം തരും. കാരണം അമ്മ അങ്ങനെയാണ്. അമ്മേ ഒരു മനുഷ്യന് ഏറ്റവും വലിയ കിട്ടേണ്ട അമ്മയെ പുഞ്ചിരിയാണ്. അത് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇല്ല ഇതാണ്. അതേമാതിരി തന്നെ പുതിയാപ്പിള. പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ അച്ഛന് ഒരുപാട് സ്നേഹം. നമ്മളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ കുറച്ച് പ്രായമായാൽ അവസാനം ഭാര്യ വേറെ കൊടുത്ത് കിടക്കുക, ഭർത്താവ് വേറെ കൊടുക്കുക. ഇവർ രണ്ടാളും ഇപ്പോഴും ഒരുമിച്ചാണ് കിടക്കല്. ആ സ്നേഹവും ബന്ധങ്ങളും ആ രണ്ടാളും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ബന്ധം, ആ ഒരു സ്നേഹബന്ധം കാണ്ടാണ്. ബജിയിലമ്മ നമുക്ക് ആ സ്നേഹമാണല്ലോ. ഇത് കണ്ടങ്ങള്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ. ഇങ്ങനെ കുറേ മനുഷ്യസ്നേഹികൾ. അച്ഛനിപ്പോൾ സുഖമല്ലേ? അച്ഛന് സന്തോഷമല്ലേ? അച്ഛന് എവിടെയാണ് സത്യത്തിൽ? എവിടെ ആദ്യം? മണ്ണിയപറമ്പത്ത്. അപ്പം പുതിയണ്ണിനുള്ള അസുഖം പാടെ പറ്റ മാറിക്കിട്ടിട്ട് നമുക്ക് സന്തോഷത്തോടെ കുറേ കാലം ജീവിക്കണം അല്ലേ? അത് മാത്രമല്ലേ പുതിയുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അച്ഛനിപ്പോൾ എത്ര വയസ്സായി? 70 വയസ്സായി. കുറച്ച് പറഞ്ഞു. അതെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് എൻ്റെ അമ്മച്ചിനെ നിങ്ങൾ കാണാൻ. എൻ്റെ അമ്മാൻ്റെ അതേ ഒരു അമ്മച്ചിയാണ്. എൻ്റെ അമ്മി അങ്ങനെയാണ്. ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ടാണ്. ഈ മനസ്സാണ് ഞങ്ങൾക്കൊക്കെ വേണ്ടത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഇവർക്ക് വേണ്ടിയിട്ട്. അമ്മച്ചിൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അല്ലേ? ഇനി മരുന്നൊക്കെ കുടിനിർത്തി നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഉസാറിലേത് 2 മാസം അമ്മച്ചി നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമൊക്കെ ചെയ്യില്ലേ? ഇനി സുഖമായി തട്ടിട്ട് അമ്മച്ചി ഉണ്ട്. അമ്മച്ചി വരട്ടോ. ആയിക്കോട്ടെ, താങ്ക്സ്. ഞാൻ അമീദക്കാരൻ സംസാരിക്കാണ്ട്. എന്നാ അമീദേ
നുസ്രത്ത് പിടിച്ചേ. ഇങ്ങനെ അമീദക്ക് അങ്ങനെ തന്നെ പിടിച്ചോ. അല്ല അമീദക്ക് ഞാൻ പിടിച്ചോളാം രണ്ട് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കണ്ടല്ലോ കുറച്ച് ദയനീയ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് കാരണം നമ്മൾ ആ കുട്ടികളെ വേണ്ട ഇതാ 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 ഞങ്ങളെ അച്ഛന്. ഇത് ഞങ്ങളെ ദിനേശന്റെ അച്ഛനാ. അച്ഛൻ വന്നാണ്ട് എൻ്റെ കുടിയിൽ എന്നിട്ട് പറയും, മാനുവോ കുടിയിൽ കുറേ മക്കളാണ്, ദിനേശനും ഭാര്യയും കുട്ടികൾ ആകെ ഇടങ്ങറിലാണ്, ഓനൊരു വീട് വേണം, ഞാനെന്നാൽ ഓൻ്റെ അടുത്ത് വന്ന് നിൽക്കാം, എനിക്ക് ഓൻ്റെ അടുത്ത് നിൽക്കാൻ ഇഷ്ടം. അങ്ങനെ എൻ്റെ അനിയൻകുട്ടി ദിനേശന് ആ വീട് നൽകി. ആ അച്ഛൻ അന്ന് മുതൽ ദിനേശൻ്റെ കൂടെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. ഇല്ല അച്ഛാ? ഇന്നും ആ പുഞ്ചിരി കണ്ടല്ലോ നിങ്ങൾ. ഈ പുഞ്ചിരിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമ്മളെ സമ്പത്ത്. ഇതായിരിക്കണം നമ്മളെ സമ്പത്ത്. ഇവിടെ സമ്പാദിച്ച് കൂട്ടണമൊന്നും നമുക്കുള്ളതല്ല. പക്ഷെ ഇവരെ പോലുള്ള മനുഷ്യരെ കണ്ണീരൊപ്പം കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളെ യഥാർത്ഥ സമ്പത്ത്. ഇതാവണം, ഇതിനെ വേണ്ടി നമ്മൾ ജീവിക്കണം എന്ന നമ്മൾ ഭാഗ്യം ചെയ്തവർ. പ്ലീസ് കഴിവിൻ്റെ പരമാവധി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, മനുഷ്യത്വം നിറഞ്ഞ് കാണിക്കാൻ ശ്രമിക്കുക. ഇവരെ പോലുള്ള പോലെ കണ്ണീരൊപ്പുക, അത് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വിജയം. ഇൻഷാ അല്ലാഹ്. നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ജീവിക്കണ ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിൽ ഇന്ന് ഒരു ചെറിയ ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്, നമ്മളൊക്കെ ആ ഒരു കുട്ടികളെ അവസ്ഥ കണ്ട ഒരു 3 കുട്ടികൾ അതിദയനീയമാണ് അവരത്. കാരണം അവർക്ക് ഓർമ്മ വെക്കുന്ന സമയമായപ്പോഴേക്ക് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതാണ്. നമ്മൾ പല ആൾക്കാരും ചിലപ്പം അവരുടെ അഭിമാനം നമ്മളോട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് യാചിക്കാനോ അല്ലെങ്കിൽ കാശ് ചോദിക്കാനോ ഒന്നും ചില ആളുകളുടെ അഭിമാനം സമ്മതിക്കില്ല. അഭിമാനം വലിയ ഒരു ഇജ്ജത്ത്, മനുഷ്യൻ്റെ വലിയൊരു സമ്പത്ത് തന്നെയാണ്, സമ്പത്തിനപ്പുറമാണത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ നല്ലൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതുപോലുള്ള അനാഥര്, അതുപോലെ തന്നെ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്കിന് നമ്മൾ ഈ ഭൂമിയിൽ നമ്മളുടെ മക്കളെ അനാഥരാക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. ഓരോ ദിവസം അവരുടെ കഷ്ടപ്പാട് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നമ്മളിതിൽ കമൻ്റൊക്കെ വരുന്ന ആളുകൾ കൂടുതൽ കുറേ സഹായക്കായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കാണണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവർ പറയും ഇനി ഞങ്ങളെ മുമ്പിൽ മരണം മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന്. ഒരിക്കലും മരണം ഒന്നിനും ദൈവം നമുക്ക് പടച്ചോൻ തന്നിട്ടുള്ള ആയുസ് സ്വയം അത് കളയാൻ നമുക്കൊരു അനുവാദവും ഇല്ല. പ്രയാസങ്ങൾ ഭൂമിയിലുണ്ടാവും, പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എത്ര സമ്പന്നർക്കും ഉണ്ടാവും അവരുടേതായിട്ടുള്ള വേദനകളും വിഷമങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ആരോഗ്യവും മനസ്സമാധാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത്. എത്രയോ ആളുകൾ കിടന്നിട്ട് നിരകിക്കുന്നുണ്ട് രോഗത്തിൻ്റെ വേദന, ശരീരത്തിലുള്ള വേദന ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നവർ പറച്ചിൽ. ഞങ്ങൾ ഈ അടുത്ത് ഒരു കിടപ്പ് രോഗിനെ സന്ദർശിക്കാൻ പോയപ്പോൾ കോട്ടേഴ്സിലും വീടൊന്നുമില്ല അവർക്ക്. ആ രോഗിയായിട്ടുള്ള ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും വേണ്ട, ഈ കാലിന്ന് ഊരയുടെ ഭാഗത്തുനിന്ന് കാലിലേക്ക് വരുന്നൊരു വേദനയെ കുറിച്ചിട്ട്, അസഹ്യമായിട്ടുള്ള വേദനയെ കുറിച്ച് അവർ പറഞ്ഞു. ഈ വേദന ഒന്ന് നിന്ന് കിട്ടിയാൽ മതി, വേറെ ഒന്നും ഒരു സമ്പത്തും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും, പട്ടിണിയാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല, ഈ വേദന ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അങ്ങനെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വലഞ്ഞിട്ട്, ഇത് നമുക്ക് ഓരോ രോഗം വരുമ്പോൾ ആരോഗ്യമുള്ളവൻക്ക് ആരോഗ്യത്തിൻ്റെ വില അറിയില്ല. അതൊരു രോഗം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആരോഗ്യം എന്താണ്. നമ്മൾ നല്ല ലെവലിൽ 2 കാലുമ്പോൾ നടക്കുന്ന സമയത്തുള്ള നമ്മൾ ആരോഗ്യത്തിൻ്റെ വില. അപ്പോൾ അങ്ങനെ പഠിച്ചോ നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്, അതുപോലെ തന്നെ മനസ്സമാധാനവും. അതുകൊണ്ട് ആരോഗ്യം നമുക്ക് പഠിച്ചോ തന്നിട്ടുള്ള നല്ല ആരോഗ്യം നമ്മൾ ഒരു നൈമിഷികമായിട്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് വരുന്ന ചില ചിന്തകളുടെ മേലിൽ നമ്മൾ പോയിട്ട് അതില്ലാതാക്കുമ്പോൾ അനാഥരാകുന്നത് നമ്മളുടെ ചോരയിൽ പറഞ്ഞ മക്കളാണ്. അത് വലിയ ഒരു അപകടമാണ്. നമ്മളെ മരണാനന്തരം ഭൂമിയിൽ ദുരിതം അനുഭവിക്കാൻ വേണ്ടി നമ്മളെ മക്കളെ വിടുമ്പോൾ, അതുപോലെ തന്നെ ചില ആളുകൾ മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത, ഇതൊക്കെ ജീവിതം ഒരു കുറച്ച് കാലമുള്ളത്. ആ കുറച്ച് കാലം നമുക്ക് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ തരണം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള കാണുന്ന ആളുകൾ, നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ നല്ല ലെവലിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. കാരണം ഈ 2-3 മക്കളെ അവസ്ഥ വല്ലാത്തൊരു വേദന തോന്നി. അവർക്ക് ഉമ്മാനെ കണ്ടതായിട്ടുള്ള ഓർമ്മകളൊക്കെ, നല്ല ഓർമ്മകളൊക്കെ വെക്കുന്നതിൻ്റെ മുമ്പ് മാതാപിതാക്കൾ മരണപ്പെട്ടു. അതുപോലെ തന്നെ വേറെ 2 എത്തിൻകുട്ടികൾ ഇവിടെ ഉണ്ട്.
അങ്ങനെ കുറേ ആളുകൾ ഭൂമിയിൽ ഒരുപാട് വേദനിക്കുന്ന ആളുകൾ നമ്മളുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ അമ്മച്ചിയുടെയും ഇവരൊക്കെ ചിരിയും സന്തോഷമൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾക്ക് ചെറിയ ചെറിയ ആശ്വാസം നമ്മുടെ വാക്ക് കൊണ്ടും നമ്മളുടെ സന്ദർശനം കൊണ്ടും നമ്മുടെ പുഞ്ചിരി കൊണ്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതം ഒരു കുറച്ച് കാലമാണ് ഈ ഭൂമിയിലുള്ളത്. അവിടെ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനമൊക്കെ പകർന്ന് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതൊക്കെ ഇങ്ങനത്തെ ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ ഒരു ആശ്വാസമാണ് നമ്മളുടെ ഈ കുമ്പിടിയിലുള്ള വീടും അതുപോലെ തന്നെ അഷ്റഫ് സാഹിബ് ഈ വീടും ഇവിടെയുള്ള ഒരുപാട് ആളുകൾ ചെറിയ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പ്രവാസികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഇവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക, അവരെ വീടുകൾ സന്ദർശിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണത് കാണുമ്പോൾ ചെറിയതാണെങ്കിലും അവർ മറ്റുള്ള ആളുകൾ അവരുടെ അടുത്ത് വന്ന് സന്തോഷമൊക്കെ പങ്കിടുന്നത് കാണുമ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ. നമ്മുടെ അഷ്റഫ് സാഹിബ് ഉണ്ട് ഇവിടെ, നാസർ സാഹിബ് ഉണ്ട്, നമ്മുടെ പിന്നെ അഷ്റഫ് സാഹിബ് നമ്മളെ ലൈവാണ് ഇവര്. അഷ്റഫ് സാഹിബാണ് ഇവിടെ സത്യത്തിൽ ഈ വീടുകളുടെ കോർഡിനേഷനൊക്കെ നടത്തിയിട്ട് ഇവിടെ ഒരുപാട് നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ള വലിയൊരു മനസ്സിനുടമയായിട്ടുള്ള നല്ലൊരു വ്യക്തിത്വമാണ്. ഇവിടെ എപ്പോഴും വിളിച്ചാൽ ഓടിയെത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസം കൊടുക്കാനും അതേമാതിരി തന്നെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ലൊരു മനസ്സിനുടമയായിട്ടുള്ള വ്യക്തിയാണ് അഷ്റഫ് രാങ്ങാട്ടൂർ. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഒന്നും പറയല്ല, ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് തലചായ്ക്കാൻ ഇടയില്ലാത്ത ഒരുപാട് ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു പുതിയ തീരം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നാസർ മാനു സാഹിബ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരായിട്ടുള്ള ഹമീദ് പാറമ്മിൽ, KC കുഞ്ഞുട്ടി, അതേപോലെ പ്രമോദ് ചെറായി, അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യന്മാർ, നാസർ താനാളൂരിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിൽ പങ്കാളിയായി ഈ സതുദ്യമം ബൃഹത്തായ രീതിയിൽ കേരളത്തിൽ ആകമാനം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ കേരളത്തിൻ്റെ ഓരോ ജില്ലകളിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരോട് ഓടിയെത്തി എന്ന് പറയുന്നത് നാട്ടുകാർക്കും അതേപോലെ ഇവിടെ കാണാൻ വന്ന ആളുകൾക്കൊക്കെ വളരെ കൗതുകമുള്ളൊരു കാര്യം. അതുപോലെ തന്നെ പ്രവാസികളുടെ വല്ലാത്തൊരു പിന്തുണ ഇത്തരം പ്രവർത്തനങ്ങൾക്കുണ്ട്. എല്ലാ ഈ സംരംഭങ്ങളെ പിന്തുണക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ഒരു നല്ല നമസ്കാരം മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ പിന്നെ മാനുവിടെ നിസ്കാരം കഴിഞ്ഞാ ഉസ്താദേ? അത് കഴിഞ്ഞല്ലോ. അപ്പോൾ ശരി, ഇൻഷാ അല്ലാ. അപ്പോൾ ഒരുപാട് ഈ ഉസ്താദാണ് നമ്മളാ കുട്ടികളെ നമ്മളെ ഉസ്താദിൻ്റെ പേരെന്തായിരുന്നു? സലീം സക്കാഫി, അതുപോലെ തന്നെ ഉസ്മാൻ സാഹിബ്, ഇവരൊക്കെ പിന്നെ ഉസ്താദ് എന്താന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഞങ്ങളെ മഹലിലല്ലേ ഇവര് നിങ്ങളെ അതെ ഇവരുടെ കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ട് പിന്നെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഉസ്താദുമാർക്കൊക്കെ വലിയൊരു റോള് സമൂഹത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുട്ടികളെ ശരിക്ക് ഇദ്ദേഹം ആ കുട്ടികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, കാരണം പലപ്പോഴും ഇദ്ദേഹം വിളിച്ചുകൊണ്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ച് അതിനെ ഫോളോ ചെയ്തുകൊണ്ട്, പിന്നെ അതേമാതിരി നമ്മളെ പ്രമോദേട്ടൻ അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നമുക്കൊക്കെ അറിയാം ഈ കാലഘട്ടം വർഗീയതയും അതുപോലെ തന്നെ പരസ്പര വിദ്വേഷങ്ങളും ഒരു സമാധാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിൽ അത് മനുഷ്യൻ്റെ പല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ പ്രമോദേട്ടൻ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഉസ്താദ് നിങ്ങളെ മഹലിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇവർ നേരെ പോയത് പ്രമോദേട്ടൻ്റെ അവിടെ പോയും പ്രമോദേട്ടൻ അത് അവനവൻ്റെ കുട്ടീനെ പോലെ അത് ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടികൾക്ക് ഈ വീടിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയോ ചെയ്തപ്പോൾ നമ്മളെ നാടിൻ്റെ സൗന്ദര്യം, നല്ല മനസ്സുകൾ, അവിടെ നന്മ ചെയ്യുന്നിടത്ത് നമുക്ക് അങ്ങനെ ജാതിയോ മതമൊന്നും ഇല്ലാത്ത വല്ലാത്ത മനുഷ്യ സ്നേഹികൾ ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ ഇതൊക്കെ നമുക്കൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആര് തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മറ്റൊക്കെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയുള്ള സൽപ്രവൃത്തികളൊക്കെയാണ് നമ്മളെ ഭൂമിയുടെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിനും അതുപോലെ തന്നെ ദൈവത്തിന് തൃപ്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പരീക്ഷണങ്ങൾ കുറയും. പരസ്പര ഓരോ ആളുകളുടെ വിശ്വാസം അനുസരിച്ച് അവർ ജീവിക്കുന്നു. അവരുടെ പിന്നെ നമ്മളെ നാടിൻ്റെ ഒരു സംസ്കാരം തന്നെ അതാണ്. നമ്മൾക്കറിയാം നമ്മളെ നാട്ടിൽ ഒരുപാട്
പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടി ഹൈന്ദവരായിട്ടുള്ള സഹോദരന്മാർ സഹായിച്ചതും അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിവിട്ട് നൽകിയതും നമ്മളെ മാനു സാഹിബ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വഴി, അതുപോലെ തന്നെ ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യരാണ് നമ്മൾ. പക്ഷേ എവിടെയോ നമ്മൾ പല ആളുകളും മുതലെടുപ്പിന് വേണ്ടിയിട്ടും രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ വിഭജിപ്പിക്കാനും ഭിന്നിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ നമ്മൾ വേണം അതിനെ കരുതലോട് കൂടിയിട്ട് നമ്മളെ സൗഹൃദം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കഴിഞ്ഞിരുന്നത് പഴയ കാലങ്ങളിലൊക്കെ നമ്മളുടെ പൂർവികരൊക്കെ കഴിഞ്ഞിരുന്ന് ആ സന്തോഷമായിട്ടുള്ളത് നമ്മളെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളുടെ മുമ്പിൽ വരുന്നവന് ആരായി കഴിഞ്ഞാലും അവൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ആ ബുദ്ധിമുട്ടും വിഷമവും കണ്ണീരും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സലിയുകയും നമുക്ക് ഉള്ളിൽ നിന്നുള്ള മനുഷ്യത്വം അത് തന്നെയാണ് ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടത്. ഈ കാലഘട്ടം സത്യത്തിൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും മറ്റൊക്കെ നമ്മൾ ഒരുപാട് ഉന്നതിയിലെത്തിയപ്പോഴും നമ്മുടെ പഴയ മൂല്യങ്ങളും സംസ്കാരങ്ങളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർത്തും തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മളുടെ മക്കളോട് നമ്മളുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രമോദേട്ടൻ ഇതാണ് പ്രമോദേട്ടനെ നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രമോദേട്ടനാണ് ഈ എത്തിയും കുട്ടികളെ കൈപിടിച്ച് ഉയർത്തിയിട്ട് നമ്മളെ ഈ വീട്ടിലേക്ക് ഇന്ന് ഈ എത്തിയും കുട്ടികൾ എത്താനുണ്ടായ ഏറ്റവും വലിയ കാരണം ഈ പ്രമോദേട്ടനാണ്. കാരണം പ്രമോദേട്ടനെ കാണിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രമോദേട്ടൻ്റെ ആ വലിയൊരു മനസ്സ് നിരന്തരം പ്രമോദേട്ടൻ ഈ കുട്ടികളെ കാര്യം പറഞ്ഞ് നമുക്കൊക്കെ വിളിക്കും. പള്ളി കമ്മിറ്റിൻ്റെ ആളുകൾ പോയപ്പോൾ തന്നെ അവർ ചോദിച്ചോലെ പ്രമോദിൻ്റെ അടുത്ത് പോയിട്ട് ഇനിയിപ്പോൾ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് ചോദിച്ചപ്പോൾ അവർ ആ വാക്കുകൾ തിരുത്തി എന്ന് പറഞ്ഞു. ഉസ്താദിന് ഭയങ്കര കോൺഫിഡൻസ്. ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് നേരെ പ്രമോദേട്ടൻ്റെ അടുത്ത് ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ അത് നമ്മളെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഇന്ന് അൽഹംദുലില്ലാ ആ കുട്ടികൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം. അപ്പോൾ കാണിക്കണം വേണ്ടല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയാണ് നന്മയും സമാധാനം. നമുക്ക് എന്തൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും. ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരും മനസ്സ് വെച്ചിട്ട് രാഷ്ട്രീയം, ഇലക്ഷന് ഇതൊക്കെ വരും പോകും. പക്ഷെ സൗഹൃദങ്ങൾ ഇതൊക്കെ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സമാധാനമായിട്ട് ജീവിക്കാനും സമാധാനമായിട്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ ഇങ്ങനെ കുറച്ച് ആളുകളിവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ മരണാനന്തരം നമ്മളുടെ വരും തലമുറ പറയണം അവർ ജീവിച്ചിരുന്നത്, അവരുടെ പിന്നെ ജീവിതവും ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നെന്നല്ലേ. അങ്ങനെ നമ്മളതായിട്ടുള്ള കയ്യൊപ്പ് ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുക. മാനു എവിടെ ശരി. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി കൂടുതൽ സംസാരിക്കണില്ല. മാനുവിടെ അല്ലേ കുറെ നേരമായിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും. മാനുവോ ലൈവ് കട്ടാക്കിയിട്ടില്ല. നിങ്ങളോട് ഓക്കെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചു. ഇനി ഒരുപാട് രോഗികളാണ് ഇവിടെ ഉള്ളത്, അനാഥരാണുള്ളത് അങ്ങനത്തെ. അപ്പോൾ ഇവിടെ തീർത്തും അനാഥരായ കുടുംബങ്ങളാണ് ക്യാൻസർ രോഗികളും കാലില്ലാത്ത അരക്കൊന്നും കീഴ്പ്പെട്ടില്ലാത്ത ആളുകൾ, അതേമാതിരി തീരെ സുഖമില്ലാത്ത വയസ്സായ 90-95 വയസ്സായ ആളുകൾ. കാരണം നമ്മൾ പൊന്നാനിയുള്ള ഇക്കൊക്കെയാണ്. അതേമാതിരിയുള്ള ഏട്ടന്മാർ, അനിയന്മാർ, ഭർത്താവില്ലാത്ത മക്കൾ, അച്ഛനില്ലാത്ത അങ്ങനെയുള്ള ഓരോ കേസുകളാണ് നമ്മൾ ഈ കൊടുത്ത വീടുകൾ. 100% തീർത്ത അവകാശികൾക്കാണ് കൊടുത്തിട്ടുള്ളത്, അർഹതപ്പെട്ട അവകാശികൾക്ക്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, നമുക്കൊക്കെ വല്ല നല്ല കാര്യം ചെയ്ത് പോവുക. നമ്മൾ മരണപ്പെട്ടു പോകുന്ന ഉറപ്പാണ്. അതിലിടയ്ക്ക് ഇങ്ങനെയുള്ള നന്മ ചെയ്ത് പോകണം നമ്മളൊക്കെ. അതേ നമുക്ക് ബാലൻസ് ഉണ്ടാവുള്ളൂ. എല്ലാവരോടും സ്നേഹത്തോടെ നാസർമാൻ വാക്കെന്നോ പ്രവൃത്തിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമകരമായ വാക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക.